ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ വീട്. ഐശ്വര്യമായിട്ട് ഇവിടെ തുടങ്ങാം. ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് വീട് മാറുവാണ്. ഇവിടെ വന്നിട്ട് ഇതിന്റെ 4ാമത്തെ വീട് മാറുന്ന ചടങ്ങാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ കുറച്ച് കഴിയുമ്പോ ഓണർ വന്ന് പിക്ക് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോ ഈ വീട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ കേറി വന്നത് ബാൽക്കണിന്നാണ്. ഇത് ബെഡ്റൂം. ഇത് നമ്മുടെ ലിവിംഗ് റൂം പ്ലസ് കിച്ചൺ. ഞാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് കിച്ചൺ. പിന്നെ ഇവിടെ നമുക്ക് കുറെ കബോർഡ്സ്, ഷെൽഫ് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ബാത്റൂം, പിന്നെ സൗണയും ഉണ്ട് ഇവിടെ. അപ്പൊ എത്രയാണ് നമ്മുടെ ഈ വീട്. ഇനി നമുക്ക് അടുത്ത വീട് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ ഫിൻലൻഡിൽ വീടിന്റെ ഫ്രണ്ട് വശം. നമുക്ക് വീട് കാണിക്കാൻ പോവേ. ആരെ പെട്ടിയും കിടക്കി എടുത്തിരിക്കണ്ടല്ലോ. എന്താണ് ആരാണ് എന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. എങ്ങോട്ടാണ് പോകുന്നത് ഇത്രയും പെട്ടിയൊക്കെ ആയിട്ട്? ഇതിനെടുക്കുന്നതിന് പ്രത്യേക ലൈസൻസ് ഒക്കെ വേണം. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ വീട്. നമുക്ക് ഐശ്വര്യമായിട്ട് ഇവിടെ തുടങ്ങാം. ഇന്നലെ ഇവിടെ എത്തിയപ്പം വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ സാധനങ്ങളും അടുക്കി വെച്ച്, പിന്നെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കും, കടയിൽ പോണായിരുന്നു. പിന്നെ വീട് മൊത്തം അടിച്ചു വൃത്തിയാക്കി ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ വീട് മൊത്തം ഒന്ന് ചുറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കയറി വരുന്ന ഡോറ്. വരുമ്പോ തന്നെ നമുക്ക് ബാത്റൂമാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. വാ, ഇത് നമ്മുടെ ബാത്റൂം. ഇതിൽ ആവശ്യത്തിന് വേറെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. കുറെ സാധനങ്ങൾ എടുത്ത് വെക്കാം. ഇനി തിന്നാനുള്ളതൊക്കെ കൊണ്ട് വെക്കാം ബാത്റൂമിലാ. ഇതൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. നീ അത്രയ്ക്ക് മോഡേൺ ആവണ്ട. ഇനി ഇത് കുളിക്കുന്ന സ്ഥലം. ഇത് വെച്ചാൽ ബാത്റൂം. ഇവിടെയാണ് നമ്മൾ കുളിക്കുന്നത്. ഇവിടെ കൈമുഖമൊക്കെ കഴിയും. അത് വൻ മോഡേൺ ആണ്. വെറുതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റും പുകയൊക്കെ വരും. അതെ, അത് ഉപയോഗിക്കാൻ നമുക്ക് അറിയില്ലെങ്കിലും ഇത് മോഡേൺ ആണ്. പിന്നെ ഇത് ബെഡ്റൂം. ഇത് ഞാൻ വർക്ക് ചെയ്യാൻ ഇരിക്കാമെന്ന് വിചാരിച്ച ടേബിളാണ്. ഇത് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ നല്ല രസം ഉണ്ടാവും. ആ കസേരയുടെ ഇതും കാണിച്ചു കൊടുക്കുക എങ്ങനെയാന്ന്. എണീറ്റ് കാണിക്ക. പിന്നെ ഇതെല്ലാം വാർഡ്രോബാണ്. എന്ത് ഡ്രോപ്പ്? ഇനി നമുക്ക് അടുത്ത റൂമിൽ പോവാം. ഇത് അടുത്ത റൂം. ഇവിടെ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് വെറുതെ 2 ബെഡ് ഇട്ടുന്നുള്ളൂ. ആരെങ്കിലും വരുമ്പോ കൊടുക്കാനിട്ടേക്കുക. ഇത് നമ്മുടെ ക്ലോസറ്റ്. ഇതിനകത്തൊന്നുമില്ല, ഒരു ബെഡ്. ഇത് നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇതെല്ലാം വാർഡ്രോബാണ്. നീണ്ടു കിടക്കുന്ന കണ്ണാടികൾ. ഇത് നമ്മുടെ അടുക്കള. ലൈറ്റ് ഓൺ ആക്കടി. ഇത് അങ്ങടത്തെ പെട്ടെന്ന് വാ. ഒരു സെക്കൻഡ്.
നമുക്ക് കുറേ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയുടെ അവിടെ തന്നെ നല്ലൊരു വ്യൂ. പുറത്തേക്ക് നോക്കിയ റോഡ് കാണാം. പുറത്തേക്ക് നോക്കിയില്ലെങ്കിൽ കാണാം. നല്ല വെട്ടമില്ലല്ലോ. ഇത് നമ്മുടെ ലിവിംഗ് റൂം. നമുക്ക് ബാൽക്കണി പോയി നോക്കാം. നമ്മുടെ വിശാലമായ ബാൽക്കണി. ഇങ്ങോട്ട് മാറിയതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ റെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ വീട്ടിൽ സബ് ടെനൻസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റ് തരുന്ന ഹൗസിംഗ് അലവൻസിനൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീടെടുത്ത് മാറിയപ്പോൾ നമുക്ക് ഇനി അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും, അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമുക്കൊരു 4 കിലോമീറ്ററെങ്കിലും പോകണമായിരുന്നു സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത്. നമുക്ക് വണ്ടിയൊന്നുമില്ല. ഇപ്പം ഇവിടെയാണെങ്കിൽ കടയൊക്കെ അടുത്തുണ്ട്. പിന്നെ കുറച്ചുകൂടെ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണിത്. എയർപോർട്ടാണെങ്കിലും അടുത്താണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് റെഡിയാക്കാം. നമ്മളിവിടെ വന്നിട്ട് ഇപ്പം 1 വർഷം ആയിട്ടില്ല. ഇതിനിടയ്ക്ക് ഇതിപ്പോൾ 4ാമത്തെ വീട് മാറലാണ്. ആദ്യം ഞാൻ കോളേജിൻ്റെ അടുത്ത് ഫ്രണ്ട്സും ഒക്കെ കൂടി ഒരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് നിന്നത്. പിന്നെ അവിടെ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ടാണ് എസ്പോയിലേക്ക് മാറിയത്. ഞാൻ ആദ്യം നിന്നത് വാസ എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞാൻ എസ്പോയിലേക്ക് മാറിയ അവിടപ്പം ഒരു ഹോസ്റ്റലിലാണ് നിന്നുകൊണ്ടിരുന്നത്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് നോക്കി ലാസ്റ്റ് ഒരെണ്ണം കണ്ടുപിടിച്ചു. പക്ഷേ ആ കണ്ടുപിടിച്ചതാണെങ്കിൽ സബ് ലീസ് ആയതുകൊണ്ടാണ് നമുക്ക് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാതെ പോയത്. പിന്നെ ഹസ്ബൻഡും കൂടെ വന്നു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ ആക്സസിബിളും പിന്നെ നമുക്ക് ഹൗസിംഗ് അലവൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ളൊരു വീട് വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് നോക്കി കണ്ടുപിടിച്ചത്. ഇപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഹൗസിംഗ് അലവൻസ് ഒന്നും കിട്ടില്ല. പക്ഷേ സ്പൗസ് വന്നു കഴിയുമ്പോൾ സ്പൗസിൻ്റെ പേരിലാണ് വീടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഹൗസിംഗ് അലവൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്പൗസസിന് ഇവിടെ വരുമ്പം അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസും പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള ആണ്. കേരള ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളാരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുന്നില്ല. ഞാൻ ആകെ 2-3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് വേണം. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.